കണ്ണൂരിലെ എം പിയും വലിയ ആരാധക വൃന്ദവും ആവേശവും ഫ്ലെക്സ് ബോർഡ് വെപ്പുകാരുമൊക്കെയുള്ള സാക്ഷാൽ സുധാകരൻ അവറുകളുടെ വൈകാരിക കുറിപ്പ്, പിന്നെ കുറേ പേരുടെ വരട്ടൽ, കുറേ പേരുടെ രാജി, ആർക്കും ഒന്നും തൃപ്തിയാവുന്നില്ല. സുധാകരൻ സാറിൻ്റെ വൈകാരിക കുറിപ്പ് കണ്ടാൽ കണ്ണിൽ നിന്ന് മാത്രമല്ല മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നുമൊക്കെ ദ്രാവകം വന്നു പോകും. ആവേശം കൊണ്ട് അവിടെ അണികൾ ഒത്തുകൂടുന്നത്രേ. എന്തിനു വേണ്ടിയാണ് ഒത്തുകൂടുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. ചിലർ പറയുന്നു മറ്റേ സുധാകരനും ഈ സുധാകരനും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ പറയട്ടെ, ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന് 75 വയസ്സായി, ടേം പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആരോഗ്യവും കഴിവും മിടുക്കും ഒക്കെ തെളിയിച്ച ഒരു മന്ത്രിയിൽ നിന്ന് വെറുതെ ശൂന്യനാക്കി ഒരു വീട്ടിലിരുത്തുകയായിരുന്നു. ആ ഇരുത്തിയ സമയം മുതൽ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വിവിധ തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അന്നൊന്നും ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുകയോ ഒന്നും ചെയ്യാതെ ഒടുവിൽ അദ്ദേഹം പോരാട്ടത്തിനിറങ്ങി. അത് മനസ്സിലാവും. സംഗതി പാർട്ടി വിരുദ്ധ പ്രവർത്തനവും ആർത്തിയെന്നും അല്ലെങ്കിൽ മറ്റു പലതെന്നുമൊക്കെ അദ്ദേഹത്തിനോട് വിരോധമുള്ളവർ വിശേഷിക്കുമ്പോഴും ഈ 80, 82, 85 വയസ്സൊക്കെ ആയവർക്ക് പലർക്കും വളരെ ചൂടും ചുണയുമുള്ള പല സ്ഥാനങ്ങളും നൽകി നടന്ന് പൊട്ടത്തരങ്ങൾ ഒരുപാട് പറഞ്ഞു കൂട്ടുമ്പോൾ സുധാകരൻ സഖാവിനെ പോലെ ഒരാളിനോട് ചെയ്ത ആ പ്രവൃത്തിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുപോലെയാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയുമില്ലാത്ത വർത്തമാനമാണ്. കെ സുധാകരൻ കണ്ണൂരിലെ കോട്ട കാത്തു, അവിടെ വെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വെട്ടിപ്പിടിച്ചും കോട്ട കാത്തും കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? കണ്ണൂർ അസംബ്ലി മണ്ഡലം ജയിക്കും, പേരാവൂരിൽ ജയിക്കും, ഇരിക്കൂറിൽ ജയിക്കും. അവിടെയെല്ലാം ജയിക്കുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താ? ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ കുടിയേറ്റ കർഷകരായ ക്രൈസ്തവർ കൂടുതലുണ്ട്, ചില സ്ഥലങ്ങളിൽ മുസ്ലിം പോക്കറ്റും മുസ്ലിം ലീഗിനും ശക്തിയുണ്ട്. അതുകൊണ്ട് ചില മണ്ഡലങ്ങളൊക്കെ ജയിക്കും. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം വെട്ടിപ്പിടിച്ചു, വളർത്തിയെടുത്തു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു കാലത്തും അധികാരത്തിൻ്റെ ഫ്രെയിമിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. ഒന്നെങ്കിൽ MLA, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ MP എന്ന് വേണ്ട എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരാൾക്ക് മത്സരിക്കണം എന്ന് വെച്ചാൽ എന്താണ് സുധാകരൻ സാറേ ഇങ്ങനെ തീരുമാനിക്കുന്നത്? എന്താണ് അണികൾ അവിടേക്ക് എന്ന് നൽകുന്ന സന്ദേശം? എന്താ ചെയ്യാൻ പോകുന്നത്? അദ്ദേഹം നിലവിൽ MP ആണ്. എന്നാൽ അസംബ്ലിക്ക് നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായി പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാം. ഇത് പാർലമെൻറ്റ് വന്നാലും നിൽക്കണം, അസംബ്ലി വന്നാലും നിൽക്കണം, പഞ്ചായത്ത് വന്നാലും നിൽക്കണം, കോർപ്പറേഷൻ വന്നാലും നിൽക്കണം എന്നൊരു നേതാവ് വാശി പിടിക്കാൻ പാടുണ്ടോ? അധികാരമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അങ്ങ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം KPCC പ്രസിഡൻ്റായിരുന്നു, അല്ലെങ്കിൽ MP ആയിരുന്നു, ഇതൊക്കെ ആയിരുന്നു. എന്നാൽ 10 വർഷമായി കുറേ സാധാരണക്കാരായ ഈ പാർട്ടി പതാകയും പിടിച്ചുകൊണ്ട് നടന്ന ചെറുപ്പക്കാരടക്കമുള്ളവർ നിരവധി കേസുകളിൽ കുടുങ്ങി ഗത്യന്തരമില്ലാതെ, കണ്ടില്ലേ, കറുത്ത കൊടിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ആയുധമുണ്ടെന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുക്കുന്ന കേരളത്തിൽ ജീവിച്ചു പോരുകയാണ് സാറേ. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും തെക്ക് വടക്കടി കൊണ്ട് പേപ്പട്ടിയുടെ കൂട്ട് ഓടാൻ തുടങ്ങിയിട്ട് കൊല്ലം 10 അവരുടെ എല്ലാം ആശയവും ആവേശവും കാശ് മുടക്കി വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വാപ്പയ്ക്കും ഉമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ റോഡിൽ ഫ്ലെക്സ് ബോർഡ് കെട്ടി വെക്കുകയാണ്, പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ ഒരു ജീവിത പരീക്ഷണം കൂടിയാണ് ഈ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അന്നേരമാണ് പുള്ളിക്ക് കണ്ണൂരിൻ്റെ വൈകാരികത. അപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ വീട്ടിൽ ചെന്ന് സുധാകരൻ സാർ എന്തോ പറഞ്ഞാലും എന്താ ഇതൊരു പാർട്ടിയല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജി സുധാകരൻ മാറി, അവിടെ എന്താ അവർ പ്രവർത്തിച്ചത്? അവർ പാർട്ടിയായി പ്രവർത്തിക്കുന്നു. ജയിക്കുവോ തോക്കുവോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴത്തേക്ക് കുറേ പെട്ടി തൂങ്ങികളും കുറേ പിന്നെ താങ്ങികളും മൂട് താങ്ങികളും എല്ലാം കൂടെ ചെന്ന് അവിടെ എന്താ ആവേശം ഉണ്ടാക്കാൻ പോകുന്നത്? എന്താ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? ഏതാണ്ട് തുറന്നു പറഞ്ഞു. അദ്ദേഹം KPCC പ്രസിഡൻ്റായി അദ്ദേഹത്തിന് 25 കൊല്ലം മുമ്പ് ആക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മയുമില്ല, പറയുന്നത് എന്താണെന്നൊന്നും യാതൊരു തിട്ടവുമില്ല, ഒന്നുമില്ല. സത്യത്തിൽ കണ്ണൂരിൽ അത്രയും ഭൂരിപക്ഷത്തിന് ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾ എല്ലാവരും കൂടി വൈകാരികമായി ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എല്ലാം കൂടെ കണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ആ മണ്ഡലം പരിപാലിച്ചുകൊണ്ടും അവിടെ പോയി നോക്കിയതുകൊണ്ടും അത് സുധാകരൻ സാർ ആയതുകൊണ്ടും അങ്ങനൊന്നുമല്ല. കേരളത്തിലെ എല്ലാ പ്രമാണിമാരും തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ 2 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇത്രയും ആളുകൾ കേരളത്തിൽ നിരത്തിപ്പിടിച്ച് ജയിക്കുന്നത് എന്താ? ആ വെയിൽ കൊണ്ട് ഡൽഹിയിൽ ഓടുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന 100 കണക്കിന് കേസുകളിൽപ്പെട്ട ഒരു കുടുംബം ഒന്നാകെ വിചാരണ ചെയ്യപ്പെടുന്ന രക്തസാക്ഷികളെ സമ്മാനിച്ച ആ മനുഷ്യനോടുള്ള വിശ്വാസ്യത കൊണ്ടാണ്. അല്ല നിങ്ങളുടെ ആടെയും കഴിവും എടുക്കൊണ്ടൊന്നുമല്ല. അങ്ങനെ ജയിച്ചിരിക്കുമ്പോൾ വീണ്ടും അതെല്ലാം രാജിവെച്ച് അസംബ്ലിയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്തുവാ? പിന്നെ പാർലമെൻറ്റിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകൾ വേണോ? 7, 8 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണോ? നിങ്ങളെന്താ പ്രലോഭിപ്പിക്കുന്നത്? ഇവിടെ നേതാക്കളില്ലാത്തതുകൊണ്ടാണോ?
നിങ്ങളൊരു പദവിയിൽ ഇരിക്കുകയല്ലേ, ഇനി ഇവിടെ വന്ന് ആയെങ്കിലേ നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? വളരെ മോശമാണിത്, വളരെ വളരെ മോശം. ഓരോ സമയത്തും ഇടയുക. അപ്പോഴത്തേക്ക് പുള്ളിക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് പദവി കൊടുത്തു. അദ്ദേഹവും അത് അറിഞ്ഞിട്ടില്ല, അതിനൊന്നും പോയിട്ടുമില്ല, ആരും അത് വിളിച്ചിട്ടുമില്ല. വിളിച്ചെന്തോ ചെയ്യാനാ? പുള്ളിയുടെ ഒരു അവസ്ഥ എന്തുവാന്ന് വെച്ചാൽ കണ്ടില്ലേ, വി ഡി സതീശൻ വരാൻ താമസിച്ചപ്പം കായും മായും പൂവും എല്ലാം പറഞ്ഞു. KPCC പ്രസിഡൻ്റായിരുന്ന് കഴിഞ്ഞ തവണ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മുഖ്യമന്ത്രിയെ കോരൻ്റെ മകൻ പ്ലെയിനിൽ പോകുന്നെന്ന് പറഞ്ഞു. അതൊക്കെ എത്ര ഡാമേജിങ് ആയെന്നറിയാവോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അണികളെന്ന നിലയിൽ അവിടെ ചെന്ന് നിൽക്കുന്ന അടിമകളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ പാർട്ടിയെ ഒന്നുകൂടെ കൊന്നുകളഞ്ഞാലുണ്ടല്ലോ, ഇനി നിങ്ങളെ ജനം കാർക്കിച്ച് തുപ്പും നിങ്ങളുടെയൊക്കെ മുഖത്ത്. അത്രയേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി എത്രയും പറഞ്ഞത്.